അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ ഇന്ന് വെറും ഒരു പ്രാദേശിക രാഷ്ട്രീയ സംഘർഷമല്ല. അത് ആഗോള ശക്തി സമവാക്യങ്ങളെയും ഊർജ്ജ സുരക്ഷയും ആണവ നയതന്ത്രത്തെയും പുനർനിർവചിക്കുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ പോരാട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ടുഡേ ഗ്ലോബലിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ ഇറാനിയൻ രാഷ്ട്രീയ വിശകലന വിദഗ്ധനും പ്രൊഫസറുമായിട്ടുള്ള സായിദ് മുഹമ്മദ് മറാണ്ടി അവതരിപ്പിച്ച വാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ വെറും നയതന്ത്ര അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് അമേരിക്കയുടെ പേർഷ്യൻ തന്ത്രങ്ങൾ പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് എന്നും ഇറാൻ ദീർഘകാല ഏറ്റുമുട്ടലിനായിട്ട് തന്ത്രപരമായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണെന്നും സൂചിപ്പിക്കുന്ന ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശങ്ങളാണ്. മറാണ്ടിയുടെ വാദങ്ങളുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഒരു പ്രധാന ആശയമാണ്. അമേരിക്ക പ്രതീക്ഷിച്ച വേഗത്തിലുള്ള വിജയം യാഥാർത്ഥ്യമായില്ല, മറിച്ച് സംഘർഷം നീളുന്തോറും ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആരംഭത്തിൽ അമേരിക്ക ലക്ഷ്യമിട്ടത് സൈനിക സമ്മർദ്ദങ്ങളുടെയും സാമ്പത്തിക ഉപരോധങ്ങളുടെയും ഇറാനെ വേഗത്തിൽ മുട്ടുകുത്തിക്കലായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറിച്ചാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരവധി ഘട്ടങ്ങളിലായി നീണ്ടുനിന്ന യുദ്ധ സാഹചര്യങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും അതിജീവിച്ച് ഇറാൻ ഇപ്പോൾ ചർച്ചകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടോടെ ഇരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. 12 ദിവസത്തെ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ട പ്രാരംഭ ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത്. ആ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ ഇറാൻ അമേരിക്കയുടെയും അതിന്റെ പ്രാദേശിക സഖ്യകക്ഷികളുടെയും തന്ത്രപരമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ തകർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം ശക്തി പ്രകടനത്തിലൂടെ മുന്നേറിയ അമേരിക്ക പിന്നീട് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് നീങ്ങേണ്ടി വന്നു എന്നും അതിനുശേഷം ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകളെ പരിഗണിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതായത് യുദ്ധത്തിന്റെ നിയന്ത്രണം ക്രമേണ അമേരിക്കയിൽ നിന്ന് ഇറാനിലേക്ക് മാറുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിശകലനം. ഇറാൻ അവതരിപ്പിച്ച 10 ഇന ചർച്ച ചട്ടക്കൂടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. ആ പദ്ധതി പിന്നീട് ചർച്ചകളുടെ അടിസ്ഥാനമായിട്ട് മാറിയെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ശരിയാണെങ്കിൽ അത് അമേരിക്കയുടെ നിലപാടിൽ സംഭവിച്ച വലിയ മാറ്റത്തിന്റെ സൂചനയായിട്ട് കണക്കാക്കപ്പെടും. കാരണം വർഷങ്ങളായി അമേരിക്കയുടെ സമീപനം ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ പോലും പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയാണെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അഭിമുഖത്തിലെ ഏറ്റവും നിർണായകവും വിവാദപരവുമായിട്ടുള്ള ഭാഗം ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള മറാണ്ടിയുടെ ഉറച്ച നിലപാടാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു സാഹചര്യത്തിലും രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒന്നും രാജ്യം വിട്ടുകൊണ്ടുപോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും സാങ്കേതിക വിശദീകരണമല്ല, അത് ഇറാന്റെ ആണവ പരമാധികാരത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വർഷങ്ങളായിട്ട് പാശ്ചാത്യ ശക്തികൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ കൈമാറ്റം. എന്നാൽ ഇറാൻ ഇപ്പോൾ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു എന്ന സൂചനയാണ് മറാണ്ടി നൽകുന്നത്. ഇത് അന്താരാഷ്ട്ര ആണവ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഘടകമാണ്. ഏകദേശം 400 കിലോഗ്രാമോളം 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാനിൽ ഉണ്ട് എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൈനിക ആക്രമണങ്ങൾക്ക് ശേഷം ഈ വസ്തുക്കളുടെ ഒരു ഭാഗം ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്കോ രഹസ്യ സംഭരണ കേന്ദ്രങ്ങളിലേക്കോ മാറ്റിയെന്നാണ് വിലയിരുത്തൽ. ഇതോടെ പാശ്ചാത്യ ശക്തികളുടെ ആശങ്ക കൂടുതൽ ശക്തമായി. കാരണം സമ്പുഷ്ടീകരണത്തിന്റെ ഈ ഒരു തോത് സിവിലിയൻ ആണവ പരിപാടികളുടെയും സൈനിക സാധ്യതകളുടെയും അതിർത്തിയിലേക്ക് എത്തുന്നു എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മറാണ്ടിയുടെ അഭിപ്രായത്തിൽ ആണവ വിഷയം യഥാർത്ഥ പ്രശ്നമല്ല. അദ്ദേഹം പറയുന്നത് ഏറ്റുമുട്ടലിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ഇറാന്റെ പ്രാദേശിക സ്വാധീനവും പരമാധികാരമാണ് എന്നുമാണ്. ആണവ ചർച്ചകൾ വെറും ഒരു ഉപരിതല വിഷയമാണെന്നും യഥാർത്ഥ പോരാട്ടം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ കുറിച്ചാണെന്നും അദ്ദേഹം വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ചില ചർച്ചകളിൽ ഇറാനിയൻ പ്രതിനിധികൾ ആണവ നിയന്ത്രണങ്ങളെക്കാൾ വെടിനിർത്തൽ വ്യവസ്ഥകളിലും വിശാലമായിട്ടുള്ള രാഷ്ട്രീയ ക്രമീകരണങ്ങളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അഭിമുഖത്തിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള ആരോപണങ്ങൾ അമേരിക്ക ഇസ്രായേൽ ഏകോപനത്തെക്കുറിച്ചുള്ളവയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാട്സ് ചർച്ചയ്ക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്നാണ് മറാണ്ടിയുടെ ആരോപണം. അമേരിക്കൻ ചർച്ചക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിച്ചില്ല എന്നും ഇസ്രായേലിന്റെ തന്ത്രപരമായിട്ടുള്ള താൽപര്യങ്ങൾ ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്ക് പൊതുവെ സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയങ്ങളെക്കുറിച്ചുള്ള ദീർഘകാല വിമർശനങ്ങളുമായിട്ട് ഇത് ചേർന്ന് നിൽക്കുന്നു. ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും ശ്രദ്ധേയമാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഈ ജലപാത അടയ്ക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതേസമയം അമേരിക്കൻ സൈന്യത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഇനി നിഷ്പക്ഷരല്ല എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നു. അതായത് അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങൾ ഭാവിയിൽ സംഘർഷത്തിന്റെ നേരിട്ടുള്ള ഭാഗങ്ങളായിട്ട് മാറാമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ഇത് ഗൾഫ് മേഖലയെ രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. ഈ
സംഘർഷത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മറാണ്ടിയുടെ വിലയിരുത്തലും അതീവ ഗൗരവമുള്ളതാണ്. എണ്ണവില വർധനവ്, വിതരണ ശൃംഖലകളിലെ തടസ്സങ്ങൾ, വ്യാവസായിക മാന്ദ്യം എന്നിവ ഇപ്പോഴേ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്നും സമയം കടന്നു പോകുന്തോറും ആഗോള സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമായിട്ടുള്ള ആഘാതം നേരിടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സ്ഥിരത തകരുന്നത് വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, ലോകവ്യാപകമായിട്ടുള്ള ഉൽപാദന വ്യാപാര സംവിധാനങ്ങളെ ബാധിക്കുന്ന പ്രതിസന്ധിയാണെന്നാണ് ഈ വിലയിരുത്തലുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെയും മറാണ്ടി ചോദ്യം ചെയ്യുന്നുണ്ട്. അമേരിക്കയിലെ രാഷ്ട്രീയ ഭിന്നതകളും മാറിക്കൊണ്ടിരിക്കുന്ന നയപ്രഖ്യാപനങ്ങളും അമേരിക്കൻ തന്ത്രപരമായിട്ടുള്ള ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതേസമയം ഇറാന്റെ രാഷ്ട്രീയ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനം കൂടുതൽ കേന്ദ്രീകൃതവും സ്ഥിരതയുള്ളതുമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. യുദ്ധസമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാനിലെ അധികാര ഘടനയെ തകരാതെ തുടരുകയാണെന്നും ദീർഘകാല ഏറ്റുമുട്ടലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇറാൻ നിലനിർത്തുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അവസാനമായിട്ട് മറാണ്ടിയുടെ മുഴുവൻ അഭിമുഖവും ഒരു പ്രധാന സന്ദേശത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാന്റെ തന്ത്രം വേഗത്തിലുള്ള വിജയമല്ല, മറിച്ച് ദീർഘകാല സഹിഷ്ണുതയാണ്. സമയം കടന്നു പോകുന്തോറും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും മേൽ വർദ്ധിക്കുമെന്നും അതേസമയം ഇറാൻ നിലനിൽക്കാൻ കഴിയുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അതിനാൽ ഈ ഒരു ഏറ്റുമുട്ടൽ ഇനി വെറുമൊരു ഇറാൻ അമേരിക്ക പ്രശ്നമല്ല, ആഗോള ഊർജ്ജ സുരക്ഷ, ഭൗമരാഷ്ട്രീയ സഖ്യങ്ങൾ, ആണവ നിയന്ത്രണം, ലോക സാമ്പത്തിക വ്യവസ്ഥ എന്നിവയെല്ലാം പുനഃക്രമീകരിക്കുന്ന ഒരു വലിയ ശക്തി പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലോകത്തിന്റെ ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് വീണ്ടും കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. വൻ ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ സൈനിക ഭീഷണികളെ ഉപരോധങ്ങളെയും പുല്ലുവില കൽപ്പിച്ച് കടലിടുക്കിന്മേൽ പുതിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കേവലം ഒരു യുദ്ധവാർത്ത എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ നടത്തുന്ന നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പാണിത്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഇറാൻ പുതുതായിട്ട് രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിയാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധ കേന്ദ്രം. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കേണ്ട ഓരോ കപ്പലിനും ഇനി മുതൽ ഇറാന്റെ കണിശമായിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമാകുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് കപ്പൽ വിവര പ്രഖ്യാപനം എന്ന പേരിൽ 40-ലധികം ചോദ്യങ്ങൾ അടങ്ങിയ വിശദമായിട്ടുള്ള രേഖയാണ് ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നത്. ഗതാഗതം ആഗ്രഹിക്കുന്ന കപ്പലുകൾ ഈ ഒരു രേഖ നിർബന്ധമായിട്ടും പൂരിപ്പിക്കണം. ഇതൊരു പുതിയ നിയമപ്രകാരം കപ്പലിന്റെ പേര്, ഉടമസ്ഥൻ, ലക്ഷ്യസ്ഥാനം എന്നിവയ്ക്ക് പുറമെ കപ്പലിലെ ജീവനക്കാരുടെ ദേശീയത, ചരക്കിന്റെ സ്വഭാവം തുടങ്ങിയ അതീവ സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളും ഇറാൻ ശേഖരിക്കുന്നുണ്ട്. തെറ്റായതോ അപൂർണമായതോ ആയ വിവരങ്ങൾ നൽകുന്നവർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക നടപ്പിലാക്കുന്ന പ്രൊജക്ട് ഫ്രീഡം എന്ന നാവിക നീക്കം ഹോർമുസ് കടലിടുക്കിനെ സൈനികവൽക്കരിക്കാനുള്ള ശ്രമമാണെന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. അമേരിക്കൻ ഡിസ്ട്രോയറുകളായിട്ടുള്ള USS ട്രൂസ്റ്റ് ആണ് USS മസോൺ എന്നിവയുടെ സാന്നിധ്യം മേഖലയിലെ സമാധാനം തകർക്കാനാണെന്ന് ഇറാൻ പറയുന്നത്. മെയ് 7 രാത്രിയും മെയ് 8 പുലർച്ചെയുമായി നടന്ന സംഘർഷങ്ങളിൽ അമേരിക്കയാണ് വെടിനിർത്തൽ ലംഘിച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. ജാക്സന് സമീപം ഒരു ഇറാനിയൻ എണ്ണ ടാങ്കറിനെ അമേരിക്ക ലക്ഷ്യം വെച്ചതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. സ്വന്തം മണ്ണിലും കടലിലും ഇറാന്റെ നിയന്ത്രണം തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നീക്കങ്ങളെ കടൽക്കൊള്ള എന്നാണ് ഇറാന്റെ സൈനിക വക്താക്കൾ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി കേവലം പ്രതിരോധമായിരുന്നില്ല, മറിച്ച് ഒരു താക്കീതായിരുന്നു. കെഷം ദ്വീപ്, ബന്ദർ ഖബീർ തുടങ്ങിയ തീരദേശങ്ങളിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാൻ തിരിച്ചടി നൽകി.